പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും നല്ല സുപ്രഭാതം. നമ്മൾ ഈ ദിവസം കർത്താവിൻ്റെ കൂടെ പങ്കിട്ട് വാങ്ങിക്കുകയാണ്. ഈ ദിവസത്തിന് അവകാശം മോഹരിയാകാൻ ദൈവം നമ്മൾ അനുഭവിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ ഒത്തിരി പേര് ഇന്ന് ഇല്ല. ഇപ്പോൾ ദിവസം എപ്പോഴും ഒരു ദാനമാണെന്ന് ഓർക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു അവസരം കൂടിയാണ്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഓക്കെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം ഉദ്ദേശിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഫീഡിംഗ് പേരിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇത് മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദിവസം കർത്താവിൻ്റെ ഒരു ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിൽ തുഴഞ്ഞ് കൈ രണ്ടും തളർന്ന് ആരും സഹായത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ. ഈശോയെ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിൽ
അങ്ങ് സത്താലുവാണ്. ഈശോ മാത്രമല്ല, പരപിതാവ് സത്താലുവാണ്. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം ഈശോയെ. ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലെ സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവ് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ, എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ എങ്ങനെയാണ് കർത്താവേ മുങ്ങിപ്പോയപ്പോൾ നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട്, സാമ്പത്തിക തകർച്ച കൊണ്ട്, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിൻ്റെ മീതെ നടന്നു വന്നവനെ കർത്താവേ കൈനീട്ടി നീ ഞങ്ങളുടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവേ കൈയും കാലുമായി ക്രിസ്തുവായി കടലിൻ്റെ മീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല, അത് വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ ചുറ്റി പിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്, അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല, കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റണില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. ഈശോ നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടേ പഴുത്ത പോലെ വിഴുങ്ങി തെറിക്കരുത് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്ന കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ആ ദൈവമേ ആ വിഷയത്തിലും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കർത്താവ് വിദേശ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി, കുടുംബത്തിൽ 10-40 വർഷം കടമായി. പക്ഷെ അവർക്ക് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല. അവർ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും ദൈവമേ? അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ നിയോഗമാണ് കർത്താവ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെനൻസ് നടക്കാത്ത കാരണം ക്ഷുദ്രജീവികൾ കയറിയും പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഈശോയെ അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിരവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന നിർത്താവേ അവരെല്ലാം സന്ധികളെ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളായവരെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പ്രായമായിട്ട് ഗർഭിണികളുടെ ഗർഭത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട്. അതിനെല്ലാം ഇപ്പോഴും വലത് കരത്തെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, പേരറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തോ വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വരൻ നയിക്കും. ആമേൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഡിസംബർ 4-ാം തീയതി ബുധനാഴ്ചയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:13, നടപടി പുസ്തകത്തിലെ 1:8. 21:10 വായിക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും. ഓക്കെ, ഇനി നടപടി 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ സഭ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്? കുദാശകൾ മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല.
നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ്. ഈ വേദപാഠത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സാക്ഷ്യമാണ്. ദൈവം നമ്മളുടെ മുമ്പിൽ അന്വേഷിക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കാൻ പോണത്. അപ്പം നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിന്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ. സാക്ഷിക്ക് എന്താ വേണ്ടത്? എന്താ ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ് കൂടുതലും സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈശോ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന, നമുക്ക് കേട്ടിരിക്കുന്ന നിരാകരണം, നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കുന്നതും ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ ഒരു ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത്, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇപ്പം നിൻ്റെ ജീവിതത്തിലെ സാധാരണ നീ ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ്, ഇതായിക്കോട്ടെ. അപ്പം സാധാരണ വീട്ടിൽ അമ്മയെക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം. ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ചിലക്ക് ഒറ്റ വായനക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് വായിക്കും? ഇന്നുവരെ വായന നിർത്തിയിട്ടുമില്ല. അപ്പോഴെന്താ അത് ഇപ്പം മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും. ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് ഇത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമ മഹത്വത്തിനെ കാഴ്ചവെക്കണം. അത് ഇന്നുവരെയാണ് കാഴ്ചവെക്കേണ്ടത്. നടപടി 1:8 പറയാൻ എന്താണ്? ഭൂമിയുടെ അതിർത്തികൾ വരെ. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്റാർട്ടിക്ക വരെ വല്ലതാണ്? അതൊന്നും അല്ല. നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പം വരെ. അവസാനത്തെ ശ്വാസമാണ് നമ്മുടെ. എപ്പോൾ നിലക്കുന്നു, നമ്മൾ എപ്പോൾ കിടപ്പിലാകുന്നു, എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത്, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി. അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ശക്തി പ്രാപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക. പ്രൈസ് ദി ലോർഡ്.